ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 2 വീടുകളുടെ നിർമ്മാണം മുടക്കി വനം വകുപ്പ്. പട്ടയമുള്ള 60 വർഷമായി താമസിക്കുന്നിടം വനഭൂമി കയ്യേറിയതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പിന്റെ ഈ ക്രൂരത. ആദ്യ ഗഡു നൽകി ലൈഫ് ഭവന പദ്ധതിയിൽ പുതിയ വീട് നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് പണം നൽകരുതെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ചാലിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. കത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. ചാലിയാർ പഞ്ചായത്തിലെ കാനക്കുത്ത് പ്രദേശത്തെ കൂലിപ്പണിക്കാരനായ 70 വയസ്സുള്ള നാരായണനും ഭാര്യ വനജയും ചോർന്നൊലിച്ച പഴയ വീട് പൊളിച്ചാണ് ഇവിടെ പുതിയ വീടിനുള്ള തറ നിർമ്മിച്ചത്. ആരുമില്ലാത്ത സഹോദരി നാരായണിക്കും സമീപത്ത് പുതിയ വീടിന് തറയൊരുക്കി. ലൈഫ് ഭവന പദ്ധതിയിൽ 2 വീടിനും നിർമ്മാണത്തിന് 20,000 രൂപ വീതം ആദ്യ ഗഡു ലഭിച്ച് പ്രവർത്തനവും ആരംഭിച്ചതാണ്. അപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വനം റേഞ്ച് ഓഫീസിൽ നിന്നുള്ള കത്ത് ലഭിക്കുന്നത്. നാരായണനും കുടുംബവും വനഭൂമി കയ്യേറി വ്യാജരേഖ ചമച്ച് നികുതി അടവാക്കിയാണ് സ്ഥലം കൈവശം വെച്ചിരിക്കുന്നത് എന്ന കത്തിൽ. അതുകൊണ്ട് കയ്യേറ്റ ഭൂമിയിലെ ഭവന നിർമ്മാണത്തിന് പണം അനുവദിക്കരുതെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യം അറിയിച്ച നാരായണൻ ഉൾപ്പെടെ ആർക്കും നോട്ടീസ് നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടുമില്ല. നോട്ടീസ് ലഭിച്ചതോടെ പഞ്ചായത്തിന് പണം നൽകാനും കഴിയാതെയായി. ഇനി നാരായണന്റെ കൈവശമുള്ള ഭൂരേഖ പരിശോധിക്കാം. കുറുമ്പലങ്ങോട് വില്ലേജിൽ 1979 സർക്കാർ പതിച്ചു നൽകിയ 10 സെന്റ് ഭൂമിയുടെ പട്ടയമാണിത്. തുടർന്ന് ഇങ്ങോട്ട് എല്ലാ വർഷവും നികുതി അടവാക്കിയതിന്റെ രസീതുമുണ്ട് നാരായണന്റെ പക്കൽ. പിന്നെ ഇത് എങ്ങനെയാണ് വനം കയ്യേറ്റ ഭൂമിയാകുന്നത്? ഇനി താൻ ആത്മഹത്യ ചെയ്യണോ എന്നും നാരായണൻ ചോദിക്കുന്നു. നിലവിലൊരു വീടുണ്ടായിരുന്നു. ആ വീട് പൊളിച്ചപ്പോൾ തറ കെട്ടിയപ്പോൾ ഇത് തറ കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതെങ്ങനെ അപ്പോൾ ഇതിങ്ങനെ വന്നത്. പിന്നെ അപ്പോൾ അതിനെ പറ്റി ഓരോ ഞങ്ങൾ പഞ്ചായത്തേക്ക് ചെന്ന് പൈസ ചോദിച്ചാൽ എന്താ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു അതുപോലെ ഫോറസ്റ്റുകാർ പറഞ്ഞാൽ കയറ്റാൻ പറ്റൂല എന്ന് ആണ് അവർ പറയണത്. ഫോറസ്റ്റ് ജണ്ട കെട്ടിയിട്ടുണ്ടോ? ജണ്ടതാക്കണ അവിടെ ജണ്ടുണ്ട്. അതെന്നാ കെട്ടിയ? അത് കൊല്ലങ്ങളോളായി കൊല്ലങ്ങളോളായി ആ ജണ്ട കെട്ടിയിട്ട്. ഫോറസ്റ്റോട് പറഞ്ഞു നിങ്ങൾ പേരെ തന്നിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞാടാനുള്ള ഈ മഴ പെയ്താൽ ഇതിൽ നിൽക്കാൻ പറ്റൂല എന്നൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം കാണണം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് പൈസയും ഇതൊന്നുമില്ല. ഇത് ഇനി വേറെ സ്ഥലം വാങ്ങി ഒരു പേരായിട്ടുള്ള എന്നെ കൊണ്ടുള്ള പ്രാപ്തി ഇല്ല. കാനക്കുത്ത് റിസർവ് വനത്തിനകത്ത് സർവേ നടത്തി വനാതിർത്തി പുനർനിർണയിച്ചപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് വനഭൂമി കയ്യേറിയത് കണ്ടെത്താനായത് എന്നാണ് വനം വകുപ്പിന്റെ വിചിത്രവാദം. എന്നാൽ ഈ പ്രദേശത്തെ സർവേ നടത്തിയതൊന്നും 60 വർഷമായി താമസിക്കുന്ന ഇന്നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. സർക്കാർ നൽകിയ പട്ടയത്തിന് ഒരു വിലയുമില്ലാതാക്കി കിടപ്പാടം തട്ടിയെടുത്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെ എന്തു ചെയ്യണമെന്നറിയില്ല ഈ കുടുംബങ്ങൾക്ക്. പരാതികൾ പലയിടത്തു നൽകിയിട്ടും ഒരനക്കവുമില്ല അധികൃതർക്കും. എല്ലാവർക്കും സുരക്ഷിതമായ പാർപ്പിടം എന്നതാണ് സർക്കാർ ലൈഫ് ഭവന പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ലൈഫിൽ തന്നെ വീട് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന നയമാണ് വനം വകുപ്പിൻ്റേത്. ക്യാമറാമാൻ AV ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.